നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 64 വയസ്സുള്ള DK ശിവകുമാർ, 61 വയസ്സുള്ള അമിത്ഷാ, രണ്ടുപേരെയും താരതമ്യം ചെയ്യൽ എന്ന രീതിയിലേക്ക് മാധ്യമപ്രവർത്തകനായ രാജ്ദീപ് സർദേശായി ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം DKയോടായിരുന്നു. നിങ്ങൾ കോൺഗ്രസിലെ രാഷ്ട്രീയ ചാണക്യനാണോ? 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് DK പറഞ്ഞ വാദഗതിയോട് എതിർത്ത് സംസാരിക്കുകയായിരുന്നു രാജ്ദീപ് സർദേശായി. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലമായി ഇതുതന്നെയല്ലേ നിങ്ങൾ പറയുന്നത്, എന്നിട്ടെന്തെങ്കിലും മാറ്റം ഈ രാജ്യത്ത് സംഭവിച്ചോ? അപ്പോൾ DK മന്ദഗതിയിൽ അതിന് പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ ചാണക്യനൊന്നുമല്ല, എന്നാൽ സാധാരണക്കാരായ കോടിക്കണക്കിന് ഇന്ത്യൻ ജനതയുടെ തുടിപ്പ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിന് കോമൺ സെൻസ് മതിയാകും. ഈ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നാൽ നരേന്ദ്രമോദിയെ തുരത്താൻ ഒരവസരം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അത്രയേറെ ജനത സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. മണ്ടൻ പരിഷ്കാരങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് അത് ശരിയാണെന്നും അത് തന്നെയാണ് ഈ രാജ്യത്തിന് അഭികാമ്യമെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെ എങ്ങനെയാണ് അത് ശരിയാക്കാൻ കഴിയുക? 2014 നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഈ രാജ്യത്ത് ഏതെങ്കിലും സാധനത്തിന് വിലക്കയറ്റമില്ലാതെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ആവശ്യ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് നരേന്ദ്രമോദി പ്രതികരിക്കാത്തത്? ഇന്ത്യയുടെ രൂപയുടെ മൂല്യം അത് 55 മറ്റോ ആയിരുന്നപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വലിയ തോതിൽ പരാമർശിച്ച് അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് 12 വർഷം കഴിയുന്നു. അദ്ദേഹം ഒരു ചെറുവിരൽ ഇതിനു വേണ്ടി അനക്കിയോ എന്ന ചോദ്യമാണ് DK ശിവകുമാർ ചോദിക്കുന്നത്. ഒരുപക്ഷെ BJP നേതൃത്വത്തിന് DKയോളം മറ്റാരെയും ഭയമില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയേറെ കാമ്പുള്ള ഒരു നേതാവ്, പോരാട്ട വീര്യം എത്രത്തോളം ശക്തമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ദേവഗൗഡയോട് 23-ാമത്തെ വയസ്സിൽ മത്സരിച്ച് പരാജയപ്പെട്ടാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് വിജയത്തിൽ കവിഞ്ഞതൊന്നും അദ്ദേഹം നേടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കനകപുര അസംബ്ലി മണ്ഡലത്തിൽ അജയ്യനായി തുടരുകയാണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടറാണ്. KC വേണുഗോപാലോ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അലങ്കരിക്കുന്ന പദവിയേക്കാൾ എത്രയോ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ നയിക്കാൻ കെൽപ്പുള്ളവൻ എന്ന ഖ്യാതി ഇദ്ദേഹം ഈ കാലഘട്ടം അത്രയും കൊണ്ട് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ DK ദേശീയ നേതൃത്വത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അതിൻ്റെ ഒന്നാം പടി എന്ന രീതിയിലാണ് കർണാടകയുടെ ഭരണചക്രം തിരിക്കാൻ അദ്ദേഹത്തിന് തന്നെ സിദ്ധരാമയ്യ സ്വമേധയാ വഴിയൊരുക്കി കൊടുക്കുന്നത്. രാഷ്ട്രീയ ചാണക്യനൊന്നുമല്ലെങ്കിലും DK തന്നെയാണ്. അത് മറ്റൊരു എഫക്റ്റാണ്. ചാണക്യനൊക്കെ മാറി നിൽക്കും, കാത്തിരുന്നു കണ്ടോളൂ എന്നാണ് DK പുഞ്ചിരിച്ചുകൊണ്ട് രാജ്ദീപ് സർദേശായിയോട് പറഞ്ഞ മറുപടി.